Hi friends, welcome back to Baby Phoenix. This is Harsha Muhammad. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ബേബി ഫീനിക്സിന്റെ വകയും ഒരു ഈദ് മുബാറക്. ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റാണ് കേട്ടോ പരിചയപ്പെടുത്താൻ പോകുന്നത്. മേക്കപ്പ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ ഇവളെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ പെരുന്നാളിന് ഒരുങ്ങുന്ന ഒരു പെരുന്നാളിന് നമ്മൾ ഇത്ര ഹെവി ആയിട്ടൊന്നും ഒരുങ്ങില്ല, പക്ഷെ എന്നാലും പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഒരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഇന്നോട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെന്റെ കസിനാണ്, അനസ്മ എന്നാണ് പേര്. അപ്പൊ ഇവളാണ് നമ്മൾ ഒരുക്കാൻ പോകുന്നത്. അപ്പൊ ഇനി ഒട്ടും ടൈം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിവിയയുടെ ആലോ ഹൈഡ്രേഷൻ ക്രീമാണ് എടുക്കുന്നത്. അത് മുഖത്ത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ബേബി ലിപ്സിൻ്റെ കളർ വിൻ്റർ ഫ്ലഷ് ആണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്യുക. നെക്സ്റ്റ് പ്രൈമറായിട്ട് യൂസ് ചെയ്യുന്നത് ഹ്യൂഡ ബ്യൂട്ടിൻ്റെ ഫൗണ്ടേഷൻ ഇലുമിനേറ്റിംഗ് പ്രൈമറാണ്. ഇനി കൺസീലർ യൂസ് ചെയ്യുന്നു. കൺസീലർ നമ്മൾ ലാക്മേൻ്റെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ണിൻ്റെ താഴെയും നെറ്റിയിലും മൂക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എവിടേക്കാണോ നമുക്ക് പിഗ്മെൻറ്റേഷനും പാടുകളും ഉള്ളത് അത് അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മളൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ഇത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ മുഖത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ടിലൊക്കെ ഒന്നുകൂടി കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ BB ക്രീമാണ്. അതാണ് ഫൗണ്ടേഷന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. അത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നാലാണ് അത് സ്കിന്നിൽ നന്നായിട്ട് അപ്ലൈ ആവുള്ളൂ. നെക്സ്റ്റ് കൺസീലർ നമ്മൾ കണ്ണിന് താഴെ നല്ല കട്ടിയിൽ എഴുതി കൊടുക്കാം. അത് നമുക്കൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഫിറ്റ്മിയുടെ കോമ്പാക്ട് പൗഡറാണ് ഞാനിവിടെ സെറ്റിംഗ് പൗഡറായിട്ട് യൂസ് ചെയ്യുന്നത്. അത് കണ്ണിന് താഴെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ണിന് താഴെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിന് ശേഷം മൂക്കിലും മറ്റുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ADSൻ്റെ ആണ് നമ്മൾ ഐഷാഡോ പാലറ്റ് എടുക്കുന്നത്. ഐഷാഡോ പാലറ്റിലെ ബ്രൗൺ കളർ എടുത്തിട്ടാണ് നമ്മൾ കോണ്ടൂർ ചെയ്യാൻ പോകുന്നത്. കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കവിളിൻ്റെ ചീക്ക് ബോൺസിൻ്റെ താഴെയും മൂക്കിൻ്റെ രണ്ട് സൈഡിലും അതിൽ നെറ്റിയിലും നമ്മുടെ ചിന്നിലുമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കോണ്ടൂർ ആക്കി കൊടുക്കാം. ബ്യൂട്ടി ബ്ലെൻഡർ യൂസ് ചെയ്യാം, ബ്രഷ് യൂസ് ചെയ്യാം. ഏതാണ് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് നന്നായി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ത്രെഡ് ചെയ്യാത്ത പുരുകായതുകൊണ്ട് നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഐഷാഡോ പാലറ്റിൽ നിന്ന് ബ്ലാക്ക് എടുത്തിട്ട് ബ്ലാക്ക് കളറ് നമുക്ക് നന്നായിട്ട് ഐബ്രോസിൽ വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു തിക്നെസ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഒന്നുകൂടി ബ്രഷ് ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഐലാഷിൽ നിന്നും പിങ്ക് ആണ് എടുക്കുന്നത്. ഡ്രസ്സിലൊരു പിങ്ക് കളർ ഷെയ്ഡ് ഉള്ളതുകൊണ്ട് പിങ്ക് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഐഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ബ്ലാക്ക് കളർ, കോർണറിൽ ഒരു ബ്ലാക്ക് കളർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സ്മോക്കി ഐ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കോർണറിൽ മാത്രം ബ്ലാക്ക് കൊടുത്തിട്ട് അത് നന്നായിട്ട് സ്മഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നല്ല കളേഴ്സ്, ഒരു ഷൈനിങ് ഉള്ള കളേഴ്സ് ഏതെങ്കിലും, ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ക്രീം ഷൈനിങ് കളറാണ്. അത് വെച്ചിട്ട് നമുക്ക് കണ്ണിൻ്റെ നടുഭാഗം നന്നായിട്ട് വരച്ചു കൊടുക്കാം. ഡാസ്ലറിൻ്റെ ഐലൈനറും അതേപോലെ ലാക്മേയുടെ ഐക്കോണിക് കാജലും വെച്ചിട്ട് കണ്ണ് നന്നായിട്ട് എഴുതി കൊടുക്കാം. വളരെ തിൻ ലെയറിലാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്.
ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് സ്മഡ്ജ് ചെയ്തിട്ട് ഒരു ഭംഗി വരുത്താം. നെക്സ്റ്റ് നമ്മൾ കണ്ണിൻ്റെ കോണുകളിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളേഴ്സ്, ഞാൻ ഇവിടെ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമുക്കൊന്ന് കൊടുക്കാം. ഇനി നമ്മൾ ബ്ലഷ് ചെയ്യാൻ പോവാണ്. ബ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ പാലറ്റിൽ നിന്ന് തന്നെ നമ്മൾ ബ്ലഷിൻ്റെ കളർ ഒരു പിങ്കാണ് എടുക്കുന്നത്, ലൈറ്റ് പിങ്കാണ് എടുക്കുന്നത്. ഒരു ഹെവി ലുക്ക് വേണ്ടാത്തതുകൊണ്ട് കുറച്ചാണ് നമ്മൾ ബ്ലഷ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ബ്ലഷ് ചെയ്ത് കൊടുക്കാം. മൂക്കിൻ്റെ തുമ്പത്തൊക്കെ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ ലൂമിയുടെ ലോറിയലിൻ്റെ ആണ് നമ്മൾ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത്. ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ ചീക്ക് ബോൺസിൽ, അതേപോലെ മൂക്കിൻ്റെ നടുവിലെ ലൈനിൽ, അതേപോലെ കണ്ണിൻ്റെ പുരികത്തിന് ഐബ്രോസിൻ്റെ താഴെ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഹൈലൈറ്റ് ചെയ്യുന്നത് നമ്മുടെ മേക്കപ്പിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് കേട്ടോ. നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇനി മസ്കാര എഴുതിയിട്ടുണ്ട്. ലിപ്പ് പെൻസിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ലിപ്പ് വരയ്ക്കാൻ പോവാണ്. ലിപ്പ് നന്നായിട്ട് ലിപ്പ് ലൈനിലൂടെ ലിപ്പ് ലൈനർ ചെയ്യാണ്. അത് നമ്മൾ റെഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക് ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്കിൻ്റെ കളർ 2 ആണ്, കോസ്മെറ്റിക് 2 ആണ്. അത് വെച്ചിട്ട് നമ്മൾ ലിപ്പ് നന്നായിട്ട് എഴുതി കൊടുക്കാം. അതിലേക്ക് ലിപ്പ് ഗ്ലോസും ചെയ്ത് കൊടുക്കാം കേട്ടോ. ലിപ്പ് ഗ്ലോസും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യുക. അതിന് ശേഷം ലോറിയലിൻ്റെ സെറ്റിംഗ് സ്പ്രേ വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചൊരു ഡിസ്റ്റൻസിൽ നിന്ന് അത് സ്പ്രേ ചെയ്യുക. എന്നിട്ട് അതൊന്ന് ബ്ലെൻഡർ വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹൈലൈറ്റർ നമ്മൾ ഒന്നുകൂടി യൂസ് ചെയ്തിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ നന്നായി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലുക്ക് റെഡി. ഇനി നമ്മൾ കമ്മലൊക്കെ ഇട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് സെറ്റ് ആവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ ലുക്ക് കേട്ടോ. നമ്മൾ പെരുന്നാളിന് കുറച്ച് ഹെവി മേക്കപ്പ് ആണ്, പക്ഷെ നമ്മൾ പെരുന്നാളിന്റെ ഒരു സ്പെഷ്യൽ ലുക്ക് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ എപ്പിസോഡ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് വിത്ത് അനസ്മ. എല്ലാവർക്കും ഈദ് മുബാറക്.